ശ്രുതി ഒരു രാശിയില്ലാത്തവളാണ്, ഒരു ഗതിയില്ലാത്ത പെൺകുട്ടിയാണ് എന്നൊക്കെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എല്ലാവരെയും മുൻപില് ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അശ്വിൻ. ഇവൾ എന്റെ ഭാര്യ, അവൾ ആരുടെ മുൻപിൽ തല താഴ്ത്തി നിർത്താനേ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊന്നും പറയുന്ന പോലെ രാശിയില്ലാത്ത പെൺകുട്ടിയൊന്നുമല്ല ശ്രുതി. അവൾ എന്റെ കമ്പനിയിലോട്ട് വന്നിട്ട് എനിക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ശ്രുതിയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മുൻപിലും വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളിവളെ ഇത്രമാത്രം നാണം കെടുത്തി സംസാരിച്ചതിന് ഇവളെടുത്ത് മാപ്പ് ചോദിക്കണം എന്ന് അശ്വിൻ രേഷ്മയുടെ അമ്മയോട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരുടെ അമ്മയോട് പറയാണ്. ഞാനെന്തിനാ മാപ്പ് ചോദിക്കുന്നേ? അപ്പോൾ രേഷ്മ പറയുന്നുണ്ട്, അമ്മേ അവളെടുത്ത് മാപ്പ് ചോദിക്ക്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുക. അപ്പോഴും ശ്രുതി നോക്കുന്നത് അശ്വിൻ്റെ മുഖത്തോട്ട് തന്നെയായിരിക്കും. അങ്ങനെ രേഷ്മയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഞങ്ങൾ എന്തായാലും ഈ ചടങ്ങിന് കൂടുന്നില്ല, ഞങ്ങൾ എല്ലാവരും ഇറങ്ങുക എന്നും പറഞ്ഞ് ശ്രുതിയുടെ കൈയും പിടിച്ച് ഇറങ്ങുന്നുണ്ട്. അശ്വിനും ശ്രുതിയും തനിയെ ഒരു കാറിലായിരിക്കും വീട്ടിലോട്ട് പോയോണ്ടിരിക്കുന്നത്. അശ്വിൻ സാറേ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഓരോ സമയത്തും ഓരോ സ്വഭാവ. ഇന്നിപ്പോ അവരുടെയൊക്കെ മുൻപിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാ എന്നെക്കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്നേ. ചില സമയത്ത് എല്ലാവരും മുൻപിൽ വെച്ച് എന്നെ നാണം കെടുത്തി തരം താഴ്ത്തി സംസാരിക്കും. ഞാൻ എങ്ങനെയാ ഇനി സാറിനെ മനസ്സിലാക്കുക? അവിടെ വെച്ച് അത്രയും കാര്യങ്ങൾ എന്നെയും എൻ്റെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് ഒരുപാട് ബഹുമാനവും ഒരുപാട് സ്നേഹവും തോന്നി. എന്നിട്ടും എന്താ നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തെ? ഞാൻ എത്ര തവണ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്താ നിങ്ങൾക്കതിന് മറുപടിയൊന്നും പറയാനില്ലേ? എനിക്ക് മറുപടി പറയാനൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടേ നിന്റെ അടുത്ത് ഞാനൊന്നും പറയുന്നില്ല. അത് പറ്റില്ല, എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. നീ ഇപ്പം സന്തോഷത്തിലല്ലേ? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടാ വീണ്ടും നീ സങ്കടപ്പെടും. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്ന നല്ലത്. ഇതേ സമയം വീട്ടിലോട്ട് ആദ്യം തന്നെ മനോരമയും ശ്യാമും വന്നിരിക്കും. ശ്യാമാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്, എന്താടാ നീ ഒന്ന് പതുക്കെ ശബ്ദം ഉണ്ടാക്ക്. അവർ കയറി വന്നാലേ എന്ത് കരുതും? എന്ത് കരുതിയാലും എനിക്കൊരു കുഴപ്പമില്ല. അവിടെ നടന്നതൊക്കെ ആൻറ്റിയും കണ്ടതല്ലേ? എന്തൊക്കെയായിരുന്നു അവൻ്റെ സംസാരം? അതാ എനിക്കും മനസ്സിലാവാത്തെ. അവരിടയിൽ എപ്പോഴും പ്രശ്നങ്ങളാ. എഗ്രിമെന്റ് വരെ എഴുതിയത് നമ്മൾ ആ കോൾ റെക്കോർഡിൽ കേട്ടതല്ലേ? പക്ഷേ ഇപ്പൊ ഇതാ അവൻ ഇങ്ങനെ സംസാരിക്കുന്നു. അവൻ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ആൻറ്റി, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവരെ രണ്ടുപേരെയും എന്നേക്കുമായിട്ട് പിരിക്കണം. അല്ലെങ്കിൽ പതിയെ പതിയെ അവളുടെ മനസ്സിൽ അവൻ ഇടം പിടിക്കും. ശ്രുതിയെ എൻ്റെ സ്വന്താ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മുത്തശ്ശിയും ആകാശും പ്രീതിയും എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് എന്തൊക്കെയാ നടന്നത്? ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ സങ്കടമാവുന്നു, ചിലത് ഓർക്കുമ്പോൾ എനിക്ക് അതിയില്ലാതെ സന്തോഷവും തോന്നുന്നുണ്ട്. അതെ മുത്തശ്ശി, എനിക്കും അങ്ങനെ തന്നെയാ. കുഞ്ഞിന്റെ മനസ്സിൽ എത്രമാത്രം ശ്രുതിയോട് സ്നേഹമുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അത് തന്നെ വലിയ കാര്യാ. അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്ന പോലുമില്ല. ഓരോ വാചകങ്ങളും എൻ്റെ മനസ്സ് പതിഞ്ഞു പോയി മുത്തശ്ശി. കുഞ്ഞ, എന്നും നിങ്ങൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി തന്നെ ശ്രുതിയോടും പ്രീതിയോടൊക്കെ പറയാണ്, നിങ്ങളെല്ലാവരും പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടാം. മനോരമയ്ക്കും ശ്യാമിനും ദേഷ്യം സഹിക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല. എങ്ങനെയാ കടിച്ചമർത്തണ്ടെന്ന് അറിയാതെയായിരിക്കും ശ്യാമൊക്കെ ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കും. അഞ്ജലിയും അതുപോലെ ശ്യാമു ഇരുന്ന് സംസാരിക്കുക. സംസാരത്തിന്റെ ഇടയിൽ അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ട, ഇന്നലെ നടന്നതേ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്താ അല്ലേ, കുഞ്ഞിന് ഇത്രമാത്രം സ്നേഹം ശ്രുതിയോടുണ്ടായിരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ അടുത്തിടയ്ക്ക് പോലും രണ്ടുപേരും കീരിയും പാമ്പുമായിരുന്നു. എന്തായാലും അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അതിന് മാത്രം എന്താ അവിടെ നടന്നത്? അല്ല ശ്യാമേട്ടാ, അവര് വഴക്കിടുമ്പോൾ നമ്മൾ അശ്വിനെ ചീത്ത പറയാറും അവനോട് ദേഷ്യം കാണിക്കാറൊക്കെ ഇല്ലേ? അപ്പോൾ അശ്വിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ സന്തോഷിക്കണ്ടേ? അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ലേ ശ്യാമേട്ടാ? ഇത് കേട്ട് ശ്യാം മനസ്സ് പറയുന്നുണ്ട്, എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ രണ്ടുപേരും സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണ്ട എന്നൊക്കെ ശ്യാം മനസ്സ് ചിന്തിക്കുക. അവിടെ നിന്ന് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ടെൻഷൻ അടിച്ചിട്ട്. അങ്ങനെ ശ്യാമിൻ്റെ പഴയൊരു ബാഗ് തപ്പിപ്പിടിച്ച് എടുത്തോണ്ട് വരുവാണ്. ആ ഓർമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ബാഗ് ആയിരിക്കും. ഇതിപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് ചുമ്മാ പറയുന്നതല്ലേ? ആ ബാഗും എടുത്ത് അവിടെ വന്ന് ഇരിക്കുവാണ്. ആരെ കാണിക്കാനാണെന്നോ? അശ്വിനെ കാണിക്കാൻ. അശ്വിനാണെങ്കിൽ ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഉറക്കെ സംസാരിക്കുകയാണ് ശ്യാം. ഈ ബാഗിൻ്റെ പഴയ ബാഗാന്നൊക്കെ പറയുന്നത്. ഇതൊന്ന് തുറന്നു നോക്കാം, ആകെ പൊടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്
അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടുന്നുണ്ട്. ആ കാർഡ് എടുത്ത് നോക്കുന്നുണ്ട്. ആരാ ഇപ്പം എനിക്ക് ഈ കാർഡ് തരാൻ? ആരായിരിക്കും ഇതൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ അശ്വിൻ ഇങ്ങനെ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് ശ്യാമിന്റെ സംസാരം കേൾക്കുവാണ്. ഇനിയിപ്പോ ഓർമ്മ കിട്ടിയിട്ട് ശ്രുതിയെ പ്രേമിച്ച കാര്യമൊക്കെ മനസ്സിലോട്ട് വന്ന് ചേച്ചിയുടെ ജീവിതം നശിച്ചു പോവോ എന്ന് കരുതിയിട്ടായിരിക്കും എല്ലാം വീക്ഷിക്കുന്നത്. അങ്ങനെ ഓരോ ലെറ്ററുകളും അതുപോലെ അതിലുള്ളൊരു മോതിരമൊക്കെ എടുക്കുന്നുണ്ട്. ഈ മോതിരം ആരായിരിക്കും തന്നു കാണാ? ഇതൊക്കെ എന്താ എൻ്റെ ബാഗിലിരിക്കുന്നേ? ഇതിനി അഞ്ജലി തന്നതാവോ? അങ്ങനെ ആ മോതിരം കയ്യിലിട്ട് നോക്കുന്നുണ്ട്. ചെറുവിരലിൽ പോലും കൊള്ളുന്നുണ്ടായിരിക്കില്ല. ഇത് എൻ്റെ മോതിരമല്ല, ഇനി ഇത് അഞ്ജലിയുടെ മോതിരമായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ്റെ മനസ്സിൽ ഓരോരോ കരടിടാനായിട്ട് നമ്മുടെ ശ്യാം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇതെനിക്ക് വേണ്ട. അതൊക്കെ ടേബിളിൽ വെച്ചിട്ട് ബാഗ് മാത്രം എടുത്ത് അവിടെ നിന്ന് പോവാൻ നോക്കുകയാണ്. അപ്പോഴായിരിക്കും അശ്വിനെ കാണുന്നത്. ശ്യാം ചോദിക്കുന്നുണ്ട്, അശ്വിൻ എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് ഒന്നുമല്ല, ഞാനൊരു കോൾ വന്നപ്പോൾ നിന്നതാ. ടേബിളിലിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ശ്യാം അങ്ങനെ അവിടെ നിന്ന് പോവാ. മാറി നിന്ന് അശ്വിൻ ഇങ്ങനെ നോക്കുക. അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അശ്വിൻ നോക്കുന്നുണ്ട്. അതിൽ ആ ഗ്രീറ്റിംഗ് കാർഡിൽ എഴുതിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അശ്വിൻ നോക്കുന്നു. ആ മോതിരം നമ്മുടെ അശ്വിന് മനസ്സിലാവുന്നുണ്ട് ശ്രുതിയുടേതാണെന്ന്. അത് രണ്ടും എടുത്ത് നേരെ റൂമിലോട്ട് വരിക. ആകെ ദേഷ്യത്തിലായിരിക്കും അശ്വിൻ നിൽക്കുന്നത്. ശ്രുതി ഒരു ബന്ധവും ഞാനും ശ്യാമും തമ്മിലില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുള്ളതല്ലേ അശ്വിന്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയപ്പോൾ അത് ശ്രുതിയോട് ചോദിക്കണമെന്നായിരിക്കും ശ്യാമിൻ്റെ മനസ്സിൽ. ശ്രുതിയാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ട് വരുന്നുണ്ട് റൂമിലോട്ട്. എന്ത് ചൂടാ ഇതിപ്പോ! ആൾക്കാർ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ ചൂട് കാലത്താണെങ്കിൽ പീക്ക് വരെ ചൂടെത്തുന്നു. മഴയാണെങ്കിലോ ഏത് നേരവും മഴ. അപ്പോഴായിരിക്കും അശ്വിന് ശ്രദ്ധിക്കുന്നത്. അശ്വിൻ കൈയും കെട്ടി ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും അതുപോലെ കൈ കെട്ടി നോക്കുകയാണ്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഉള്ളിൽ എന്തോ കിടന്ന് പിടയ്ക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറയാനായിട്ട്. പറ, എന്താ കാര്യം? അങ്ങനെ ആ ഗ്രീറ്റിംഗ് കാർഡ് അങ്ങ് കൊടുക്കുന്നുണ്ട്. ഇത് നോക്ക്. ഇതെന്താ കാർഡോ? ഇതിപ്പോൾ എന്താ പുതിയതായിട്ട് കാർഡൊക്കെ എനിക്ക് തരാൻ? നിനക്ക് തന്നതല്ല. നീ ഈ കാർഡ് നേരം പോലെ നോക്ക്. ഇത് നിനക്ക് ഓർമ്മയില്ല? എനിക്കൊരു ഓർമ്മയില്ല. ഇതുപോലെയുള്ള കാർഡേ എൻ്റെ ഭർത്താവിനെ ഞാൻ കൊടുക്കുക എന്ന് തീരുമാനിച്ചതാ. എന്നാ എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയായി പോയില്ലേ? എൻ്റെ ഭർത്താവിനുണ്ടോ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നു? ഞാൻ തമാശ പറഞ്ഞതല്ല. ഇത് നീ ആ ശ്യാമിന് കൊടുത്തതാണോ? ശ്യാമിന് കൊടുക്കാനോ? ഞാൻ അവനൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ അവന് കൊടുത്തതാണോ എന്ന് നിങ്ങൾക്ക് സംശയം അല്ലേ? ഞാനൊന്നും അവന് കൊടുത്തിട്ടില്ല. ഓ, അല്ലെങ്കിലും എനിക്കറിയാം, എന്തെങ്കിലും ചോദിച്ചാലേ അത് എങ്ങനെയെങ്കിലും നിന്റെ ഭാഗത്തൊരു തെറ്റില്ലാത്ത രീതിയിലാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലേ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാ ഈ മോതിരം, ഇത് നോക്ക്. അങ്ങനെ മോതിരം നോക്കുന്ന സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് എനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിത്തന്ന മോതിരമല്ലേ എന്ന്. ഈ മോതിരം നിൻ്റേതല്ല എന്ന് നീ പറയും അല്ലേ? അതെനിക്ക്. അപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആലോചിക്കുവാണ്, ഇനി ഇത് പ്രീതി ചേച്ചിയും അച്ഛനും അമ്മയും അമ്മായിയൊക്കെ അറിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോടുള്ള ദേഷ്യം പോലെ തന്നെ അവരോടും ദേഷ്യം കാണിക്കും. അതുകൊണ്ട് ഒന്നും പറയണ്ട. ഇതന്ന് അവന് ഞാൻ വിൽക്കാനായി കൊടുത്തതാ, ആ ശ്യാമിന്, എൻ്റെ ചേച്ചിക്ക് കേക്ക് വാങ്ങിക്കാനായിട്ട്. അതവൻ വിൽക്കാതെ കയ്യിൽ വെച്ചു എന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? അങ്ങനെ മനസ്സിലതെല്ലാം പറഞ്ഞു നിൽക്കുക. എന്താ നീ ഒന്നും പറയാത്തെ? ഇത് നിന്റെ മോതിരമല്ലാന്ന് പറയാൻ നിൽക്കുമല്ലേ? ഇത് എൻ്റെ മോതിരം തന്നെയാ. ഇത് കേട്ടാണെങ്കിൽ അശ്വിൻ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങളെല്ലാം. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അല്ലേ? അപ്പം എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അഞ്ജലി ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാണോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മതി, നിന്റെ നാടകം നിർത്തിക്കോ. ഇനി കൂടുതൽ നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. നീ പറഞ്ഞല്ലോ 6 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോവൂ എന്ന്. അതെ, ഞാൻ എല്ലാം തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോവൂ. ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്നതിനും ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കുറ്റബോധം നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്നോട് പറയാതിരിക്കുന്നതാണ് നല്ലത്.